ഹലോ എവരി വൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഈ 2020 ഇവിടെ കയറിയത്. അന്ന് റാങ്ക് എന്ന് പറയുന്നത് 3075 ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യൂൾസ് 3 ചാപ്റ്ററിൽ 3 പാഠം കൂടി എടുത്തു കഴിഞ്ഞു. നമ്മൾ ബാലൻസ് ബോണ്ട് തിയറി വരെ ഡിസ്കസ് ചെയ്താൽ. ബാലൻസ് ബോണ്ട് തിയറി വെച്ച് നമുക്ക് ബോണ്ട് ഉണ്ടാകുന്ന എങ്ങനെയാണ്, ഉള്ള എനർജി ചേഞ്ചസ് എന്താണ്, എന്തുകൊണ്ടാണ് ബോണ്ട് ഉണ്ടാകുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. BSCPR വെച്ച് നമുക്ക് ഒരു സ്ട്രക്ചർ മാത്രമേ പറയാൻ പറ്റിയെന്നുള്ളൂ പറഞ്ഞു. പിന്നെ പലതരം ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു, ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ കൺസെപ്റ്റുകൾ പറഞ്ഞു. പിന്നെ ഓരോ മോളിക്യൂളിലെ ഹൈബ്രിഡൈസേഷൻ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഡി ഓർബിറ്റിൽ വരുന്ന ഹൈബ്രിഡൈസേഷൻസ് ഏതൊക്കെ? DsP2, sp3d, sp3d2, സ്ക്വയർ പിരമിഡിൽ sp3d2, d2, sp3, ഒക്ടാഹെഡ്രൽ വരുന്നതും എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. PCl5ൻ്റെത്, SF6 അതിന്റെയൊക്കെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും പറയുമ്പോൾ തന്നെ ബാലൻസ് ബോണ്ട് തിയറി കഴിഞ്ഞു. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. മോളിക്കുലർ ഓർബിറ്റൽ തിയറി വാസ് ഡെവലപ്ഡ് ബൈ F. Hunt and R. S. Millikan. അപ്പം മെല്ലിക്കനും ഹണ്ടും കൂടെയാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതാണ് നമുക്ക് പറയാൻ പോകുന്നത്. ആദ്യത്തത്, ഇലക്ട്രോൺസ് ഇൻ എ മോളിക്കുലർ പ്രസന്റ് ഇൻ ദി വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽ as the electrons of atoms are present in the വേരിയസ് അറ്റോമിക് ഓർബിറ്റൽസ്. അപ്പം ഒരു ആറ്റത്തില് അറ്റോമിക് ഓർബിറ്റുകളിൽ ഇലക്ട്രോൺ ഇരിക്കുന്ന പോലെ ഓരോ മോളിക്യൂളിൽ എന്താണ്, ആറ്റമിൽ അറ്റോമിക് ഓർബിറ്റ് ഇരിക്കുന്ന പോലെ മോളിക്യൂളിൽ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്. അതിലാണ് ഒരു മോളിക്യൂളിൽ ഇലക്ട്രോൺ ഇരിക്കുന്നതെന്ന് പറയുന്നത്. The atomic orbitals of comparable energies and proper symmetry combine to form molecular orbitals. അപ്പം കമ്പയറബിൾ എനർജിയും ഓറിയന്റേഷൻ സെയിം ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് എന്താണ് കമ്പൈൻ ചെയ്ത് പുതിയ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നുണ്ടെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. While an electron in atomic orbital is influenced by one nucleus, in a molecular orbital it is influenced by 2 or more nuclei depending upon the number of atoms in the molecule. അപ്പം ഒരു ആറ്റത്തിലാണെങ്കിൽ ആ ആറ്റത്തിലുള്ള ഇലക്ട്രോണെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണ്, ആ ആറ്റത്തിന്റെ മാത്രം ന്യൂക്ലിയസ് ആണ്. പക്ഷെ ഒരു മോളിക്യൂളിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്, ആ മോളിക്യൂളിൽ ഇപ്പൊ എത്ര ആറ്റം ഉള്ളത്, ഇപ്പൊ ഡയറ്റോമിക് ആണെങ്കിൽ 2 ന്യൂക്ലിയസ്, പോളിയറ്റോമിക് ആണെങ്കിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ടോ അത്രയും ന്യൂക്ലിയസ് ഓരോ മോളിക്യൂളിലെ ഇലക്ട്രോണിലെ ഓരോ ഇലക്ട്രോണ് അത്രയും ന്യൂക്ലിയസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. Thus, an atomic orbital is monocentric while a molecular orbital is polycentric. മോളിക്യൂളില് ആ മോളിക്യൂൾ ന്യൂക്ലിയസ് മൊത്തം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട്, ഇലക്ട്രോണെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് മോളിക്കുലർ ഓർബിറ്റിൽ നമ്മൾ പോളിസെൻട്രിക് എന്ന് വിളിക്കുന്നു. അറ്റോമിക് ഓർബിറ്റിൽ നമ്മൾ മോണോസെൻട്രിക്. ഓക്കെ, the number of molecular orbit form is equal to the number of combining atomic orbitals. എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നത്, അത്രയും മോളിക്കുലർ ഓർബിറ്റൽസ് അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, ഒരു എസും 3 പി ഓർബിറ്റൽ കൊണ്ട് കമ്പൈൻ ചെയ്താണ് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാകുന്ന പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇവിടെ മോളിക്കുലർ ഓർബിറ്റൽ. എത്ര അറ്റോമിക് ഓർബിറ്റൽ ഇവിടെ കമ്പൈൻ ചെയ്യുന്നു അത്രയും മോളിക്കുലർ ഓർബിറ്റൽസ് ഇവിടെ ഫോം ചെയ്യുന്നു. When 2 atomic orbitals combine, 2 molecular orbitals are formed. One is known as the bonding molecular orbital while the other is called anti-bonding molecular orbital. അപ്പം 2 അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ്, അവിടെ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവും. അതിനകത്ത് ഒരെണ്ണം എന്താണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആയിരിക്കും, മറ്റത് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആയിരിക്കും. The bonding molecular orbital has lower energy and has greater stability than the corresponding anti-bonding molecular. അപ്പോൾ അവിടെ 2 മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും എന്ന് പറഞ്ഞു, ബോണ്ടിങ് ആന്റി ബോണ്ടിങ്. അതിൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആയിരിക്കും ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിനേക്കാളും എനർജിയും സ്റ്റെബിലിറ്റിയും, എനർജി കുറവും സ്റ്റെബിലിറ്റി കൂടുതലും. Just as the electron probability distribution around a nucleus in an atom is given by an atomic orbital, the electron probability distribution around a group of nuclei in a molecule is given by a molecular orbital. അപ്പൊ നമ്മൾ അറ്റോമിക് ഓർബിറ്റൽ എന്താണെന്നാ പറയുന്നത്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയ അല്ലേ, ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മളാണ് പറയുന്നത്. ഒരു ആറ്റത്തിൽ ഇലക്ട്രോണെ കാണാനുള്ള ഏരിയ നമ്മൾ അറ്റോമിക് ഓർബിറ്റൽ എന്ന് വിളിച്ചു. സാധ്യതയുള്ള ഏരിയ എന്താണ്, പ്രോബബിലിറ്റി കൂടിയ സ്ഥലത്ത് നമ്മൾ അറ്റോമിക് ഓർബിറ്റൽ വിളിച്ചു. അതേപോലെ തന്നെ ഒരു മോളിക്യൂളിൽ ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തരുന്ന ആരാണ്, നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽ. Okay. The molecular orbitals like atomic orbitals are filled in accordance with the Aufbau principle, obeying the Pauli's exclusion principle and the Hund's rule. അപ്പോൾ നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോഴുള്ള റൂൾസ് എല്ലാം എന്താണ്, മോളിക്കുലർ ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുമ്പോഴും നമ്മൾ പാലിക്കണം. ഇൻക്രീസിംഗ് ഓർഡറിലായിരിക്കണം, ഓപ്പോസിറ്റ് സ്പിൻ ഉള്ളതായിരിക്കണം, പിന്നെ എന്താണ് ഒരു ഇലക്ട്രോണിന് എന്താണ് എല്ലാ 4 കോണ്ടന്റ് നമ്പേഴ്സും ഒരേപോലെ വരത്തില്ല. അപ്പൊ ഈ റൂൾ എല്ലാം എന്താണ് നമ്മൾ അറ്റോമിക് മോളിക്കുലർ ഓർബിറ്റൽ ഫില്ല് ചെയ്യുമ്പോഴും നമ്മൾ ഇതെല്ലാം പാലിക്കണം.
അടുത്ത നമ്മൾ ഫോർമേഷൻ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ്, ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ എന്താണ്, നമ്മൾ അറ്റോമിക് ഓർബിറ്റലിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വേവ് ഫംഗ്ഷൻ വെച്ച് എന്താണ് സൈനെ സോൾവ് ചെയ്ത് ഷ്രോഡിംഗർ ഇക്വേഷൻ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. പക്ഷെ അതെന്താണ് 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൽ അത് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ പറയുമ്പോൾ നമുക്ക് 1 ഇലക്ട്രോണിന് മേലെയുള്ള സിസ്റ്റത്തിന്റെ എന്താണ് അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് നോക്കാം. കൺസിഡർ ദി ഹൈഡ്രജൻ മോളിക്യൂൾ കൺസിസ്റ്റിംഗ് ഓഫ് 2 ആറ്റംസ് എ ആൻഡ് ബി. നമ്മുടെ 2 ഹൈഡ്രജൻ ആറ്റംസ് കൂടി കമ്പയർ ചെയ്ത് ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത് പറയുന്നു. ഈച്ച് ഹൈഡ്രജൻ ആറ്റം ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഹാസ് 1 ഇലക്ട്രോൺ ഇൻ 1s ഓർബിറ്റൽ. ഓരോ ഹൈഡ്രജൻ ആറ്റത്തിന് എന്താണ് 1s ഓർബിറ്റൽ ഓരോ ഇലക്ട്രോൺ ഉണ്ട്. ദി അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് ദീസ് ആറ്റംസ് മേ ബി റെപ്രസെന്റഡ് ബൈ ദി വേവ് ഫംഗ്ഷൻ psi a ആൻഡ് psi b. അപ്പം ഇതിലുള്ള എന്താണ് ഈ ഓരോ ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റലിന് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് psi a യും വേവ് ഫംഗ്ഷൻ നമ്മൾ psi a യും psi b യും വെച്ച് നമ്മൾ പറയുന്നു. Mathematically, the formation of molecular orbitals may be described by the linear combination of atomic orbitals that can take place by addition and by subtraction of wave functions. അപ്പൊ എന്താണ് അറ്റോമിക് ഓർബിറ്റലിൽ നിന്ന് എങ്ങനെയാണ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവുന്ന എങ്ങനെ മാത്തമാറ്റിക്കലി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ വേവ് ഫംഗ്ഷൻസിന്റെ ആഡ് ചെയ്തുള്ള പ്രൊഡക്റ്റും സബ്ട്രാക്ട് ചെയ്തുള്ള പ്രൊഡക്റ്റുമാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ അപ്പം 2 മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും എന്ന് പറഞ്ഞു, ഒരു ബോണ്ടിങ്ങും ഒരു ആന്റി ബോണ്ടിങ്ങും. ബോണ്ടിങ്ങിന് നമ്മൾ ഇവിടെ സിഗ്മ വെച്ച് കാണിച്ചു. സിഗ്മ എന്താണ് ആ 2 വേവ് ഫംഗ്ഷന്റെയും കൂടെ അഡീഷൻ പ്രൊഡക്റ്റ് ആണ് ഇവിടുത്തെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ വരുന്നത്. പിന്നെ സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. എന്താണ് ആ 2 വേവ് ഫംഗ്ഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു. psi a മൈനസ് psi b ചെയ്താൽ ആന്റി ബോണ്ടിങ് കിട്ടുന്നു. psi a പ്ലസ് psi b ചെയ്താൽ നമുക്ക് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ കിട്ടും. ഓക്കെ, ദി മോളിക്കുലർ ഓർബിറ്റൽ സിഗ്മ ഫോംഡ് ബൈ ദി അഡീഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഈസ് കോൾഡ് ദി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. നമ്മൾ പറഞ്ഞു ആ 2 അറ്റോമിക് ഓർബിറ്റലിൽ വേവ് ഫംഗ്ഷൻ ആഡ് ചെയ്ത് നമുക്ക് കിട്ടിയ മോളിക്കുലർ ഓർബിറ്റലിലെ സിഗ്മ നമ്മൾ എന്ത് വിളിക്കുന്നു, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നു. അതേപോലെ സബ്ട്രാക്ട് ചെയ്തുണ്ടായ എന്താണ് സിഗ്മ സ്റ്റാറിന് അതിനെ നമ്മൾ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ 2 അറ്റോമിക് ഓർബിറ്റൽസ് ആണ് കൂടെ ഉള്ളത്. അതിന്റെ വേവ് ഫംഗ്ഷൻ psi a യും psi b യും എന്നിട്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 2 മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും. എന്താണ് സിഗ്മയും സിഗ്മ സ്റ്റാറും. നമുക്കറിയാം എന്താണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിനേക്കാളും എനർജി കുറവും സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പൊ സിഗ്മ അതാണ് ഇവിടെ കാണിച്ചത്, കാരണം ഇത് y ആക്സിസിൽ ഇൻക്രീസിങ് എനർജി കാണിച്ചിട്ടുണ്ട്. അപ്പൊ താഴെ സിഗ്മ എന്താ psi a പ്ലസ് psi b കിട്ടി. അതാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ സിഗ്മ സ്റ്റാർ എന്നത് psi a മൈനസ് psi b. ഓക്കെ, പിന്നെ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് 2 അറ്റോമിക് ഓർബിറ്റൽസ് ഒരു എനർജി ലെവലിലാണ് ഇരുന്നത് അല്ലേ. സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി, എന്താണ് ഇവര് കമ്പൈൻ ചെയ്ത് 2 മോളിക്കുലർ ഓർബിറ്റൽ എന്താണ് ആന്റി ബോണ്ടിങ്ങും ബോണ്ടിങ്ങും ഉണ്ടായി. നമ്മൾ നോക്കുമ്പോൾ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ എനർജി എന്താണ് നേരത്തെ ഉണ്ടായ ഗ്രൗണ്ട് സ്റ്റേറ്റിനെക്കാളും കൂടുതലാണ്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിനെക്കാളും കുറവാണ്. പക്ഷെ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ 2 ഓർബിറ്റൽസിന്റെയും സം എടുത്താൽ നമുക്ക് എന്താ നേരത്തെ ഉണ്ടാകുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ ലെവലില് അതായിരിക്കും നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് കണ്ടീഷൻസ് ഫോർ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റൽസ് എപ്പോഴാണ് കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽസ് ആവുന്നത്, അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് പറയപ്പെടുന്നത്. The linear combination of atomic orbitals to form molecular orbitals takes place only if the following conditions are satisfied. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്നാമത്തെ കണ്ടീഷൻ, the combining atomic orbitals must have the same or nearly the same energy. അപ്പം കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസ് എന്താണ് ഓൾമോസ്റ്റ് സെയിം അല്ലെങ്കിൽ ഒരേ എനർജി ഉള്ളവരായിരിക്കണം. എന്നുവെച്ചാൽ എന്താ 1s ഓർബിറ്റലായിട്ട് തന്നെ കമ്പൈൻ ചെയ്തുള്ളൂ, 2s ആയിട്ട്. അല്ലാണ്ട് 1s 2s ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട്, കാരണം 2sന്റെ എനർജി ലെവൽ ചിലപ്പോൾ 1sനേക്കാളും ഒരുപാട് കൂടുതലാണ്. ഓക്കെ, അടുത്തത് ദി കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസ് മസ്റ്റ് ഹാവ് ദി സെയിം സിമെട്രി അബൌട്ട് ദി മോളിക്കുലർ ആക്സിസ്. അത് നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞപ്പോഴും എന്താണ് ഈ 2 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, സെയിം എനർജിയും ഓറിയന്റേഷൻ. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഇവിടെയും ഉണ്ട്, എന്താണ് സിമെട്രി ആയിരിക്കണം. സിമെട്രിക്കൽ ആയിട്ടുള്ള ഓർബിറ്റൽസിനെ ഇവിടെ കമ്പൈൻ ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ കൺവെൻഷൻ നമ്മൾ ഇസഡ് ആക്സിസ് ആയിരുന്നു. SP ഹൈബ്രിഡൈസേഷൻ ഒക്കെ പറയുമ്പോൾ പിയിൽ നമ്മൾ PZ ആയിരുന്നു കൺവെൻഷണൽ ഇസഡ് ആക്സിസ് നമ്മൾ എടുത്തത്. അതേപോലെ തന്നെ അതാണ് ഇവിടെ നമ്മൾ മോളിക്കുലർ ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. Important note that the atomic orbitals having same or nearly the same energy will not combine if they do not have the same symmetry. അപ്പൊ അത് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം
2px 2py 2pz ഇതിന് മൂന്നിനും ഒരേ എനർജിയാണ്. പക്ഷെ എന്താണ് ഇവരെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഈ 3 ഓർബിറ്റൽസ് എന്താണ് കമ്പൈൻ ചെയ്ത് പുതിയ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, The combining atomic orbitals must overlap to the maximum extent. അപ്പോൾ കമ്പൈൻ അറ്റോമിക് ഓർബിറ്റൽസ് എന്താണ് മാക്സിമം ഓവർലാപ്പിംഗ് വേണം. Greater the extent of overlap, greater will be the electron density between the nuclei of molecular orbital. അപ്പം എത്രത്തോളം ഓവർലാപ്പ് ഉണ്ടോന്നോ അത്രത്തോളം മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ്. Molecular orbitals of diatomic molecules are designated as sigma, pi, delta. അപ്പോൾ molecular orbitals എന്താണ് പറയുന്നത് സിഗ്മ പൈ ഡെൽറ്റ. നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസ് ആണ് എസ് പി ഡി എഫ് എന്ന് പറയുന്ന പോലെ തന്നെ മോളിക്കുലർ ഓർബിറ്റൽസ് നമ്മൾ ഡിനോട്ടിങ് എന്ത് വെച്ചാണ് സിഗ്മ പൈ ഡെൽറ്റ വെച്ചാണ്. In this nomenclature, the sigma molecular orbitals are symmetrical around the bond axis, while pi molecular orbitals are not symmetrical. ഇപ്പോൾ സിഗ്മ ആണെങ്കിൽ നമ്മുടെ മോളിക്കുലർ ആക്സിസിന് ചുറ്റും എന്താണ് സിമെട്രിക്കൽ ആണ്. അപ്പോൾ എസ് നമ്മൾ എസ് ഓർബിറ്റ് പറയുമ്പോൾ എന്നത് സ്ഫെറിക്കൽ ഷേപ്പിലാണ് നമ്മൾ തന്നെ ഇമാജിൻ ചെയ്തത്. കാരണം അത് എല്ലാ സൈഡിലും സിമെട്രിക്കൽ ആയിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ സിഗ്മയിൽ. പക്ഷെ ഇവിടെ പൈ മോളിക്കുലർ ഓർബിറ്റിൽ വരുമ്പോൾ എന്താ അത് അത്ര സിമെട്രിക്കൽ അല്ല. അടുത്ത, ഇഫ് ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഇസ് ടേക്കൺ ടു ബി ഇൻ ഇസഡ് ഡയറക്ഷൻ, it can be seen that a linear combination of 2pz of two atoms also produces 2 sigma and molecular orbitals. അപ്പം നമ്മൾ മോളിക്കുലർ ആക്സിസ് ഇസഡ് ആക്സിസ് ആക്കി എടുക്കുന്നു. എന്നിട്ട് രണ്ട് ആറ്റത്തിന്റെ 2pz ഓർബിറ്റൽ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് അതെന്താണ് നമുക്ക് ഹെഡ് ഓൺ എന്താണ് ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെയും രണ്ട് സിഗ്മ മോളിക്കുലർ ഓർബിറ്റലൈസേക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ സിഗ്മ 2pz സിഗ്മ സ്റ്റാർ 2pz. അപ്പൊ അതൊക്കെ നമ്മുടെ അറ്റോമിക് ഓർബിറ്റൽസിൽ ഫോളോ ചെയ്യുന്ന സെയിം സാധനങ്ങൾ തന്നെ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ആന്റിബോഡി മോളിക്കുലർ ഓർബിറ്റിലെല്ലാം ഏത് ഓർബിറ്റിലാണ് അതിന് മേലൊരു സ്റ്റാർ ഇട്ട് കാണിച്ചാൽ ആന്റിബോണ്ടിങ് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ, അതും അറിഞ്ഞിരിക്കും. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇതാണ് എന്ത് എനർജി ലെവൽ ഡയഗ്രാം ഫോർ മോളിക്കുലർ ഓർബിറ്റൽസ്. We have seen that 1s atomic orbitals on 2 atoms form 2 molecular orbitals designated as sigma 1s and sigma star 1s. അപ്പം നമുക്ക് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തപ്പോൾ ധാരാളത്തിലുള്ള 2 1s കമ്പൈൻ ചെയ്ത് രണ്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്. ഏതൊക്കെ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s. അതേപോലെ തന്നെ 2s ഉം 2p അറ്റോമിക് ഓർബിറ്റൽസ് അത് കമ്പൈൻ ചെയ്ത് എന്തായി 8 മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്തു. കാരണം 2s ഉം 2pയിലും നോക്കുകയാണെങ്കിൽ 2s ഉം 2pയും കൂടെ കമ്പൈൻ ചെയ്ത് ബോണ്ടിങ്ങിൽ 4 ഓർബിറ്റൽസ്, ആന്റി ബോണ്ടിങ്ങിൽ 4 മോളിക്കുലർ ഓർബിറ്റൽസും ഉണ്ടാകുന്നു. അപ്പം മൊത്തത്തിൽ 8 മോളിക്കുലർ ഓർബിറ്റൽസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. The energy levels of these molecular orbitals have been experimentally determined for homonuclear diatomic. അപ്പൊ ഈ നമ്മളിപ്പോ അവിടെ എന്താണ് അറ്റോമിക് ഓർബിറ്റൽസിൽ 1s 2s 2p അങ്ങനെ എനർജി ഓർഡർ നമ്മൾ അവിടെ അങ്ങനെ കണ്ടുപിടിച്ചിരുന്നു. 3s 3p 3d നമ്മൾ എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ വരച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല. അതേപോലെ തന്നെ മോളിക്കുലർ ഓർബിറ്റൽസിന് ഒരു എനർജി ഓർഡർ ഉണ്ട്, അത് ഇവിടെ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഓർഡറിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് 14 ഇലക്ട്രോൺസ് വരെയുള്ള ആറ്റംസിന് ഒരു ഓർഡറും അതിന് ശേഷമുള്ളതിന് വേറൊരു ഓർഡറുമാണ് ഉള്ളത്. അപ് ടു 14 ഒരു ഓർഡർ ഉണ്ട്, ആഫ്റ്റർ 14 ഇലക്ട്രോൺസ് വേറൊരു ഓർഡറാണ്. അപ് ടു 14 ഓർഡറാണ് ഈ കാണിച്ചേക്കുന്നത്. എന്താണ് സിഗ്മ 1s പിന്നെ സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s പിന്നെ സിഗ്മ സ്റ്റാർ 2s pi 2px equal to pi 2py sigma 2pz pi star 2px equal to pi star 2py സിഗ്മ 2pz സിഗ്മ സ്റ്റാർ 2pz. ഇതാണ് അവിടുത്തെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ്. ഇവിടെ 14 ഇലക്ട്രോൺസ് വരെയുള്ള എന്ന് വെച്ചാൽ n2 വരെയുള്ള മോളിക്യൂൾസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് അവിടുത്തെ ഓർഡർ. പിന്നെ അതിനുശേഷം ഓക്സിജൻ ഫ്ലൂറിൻ ഓക്സിജൻ മോളിക്യൂൾ F2 മോളിക്യൂളൊക്കെ വരികയാണെങ്കിൽ അതിന് 14 ഇലക്ട്രോണും കൂടുതലായി. അപ്പോഴാണ് നമ്മൾ ഈ ഓർഡർ ഫോളോ ചെയ്യുന്നത്. ഇവിടെ വ്യത്യാസം വരുന്നത് എന്താണ്, നമ്മുടെ ആദ്യം എഴുതിയ ഓർഡറിൽ ഈ pi 2px equal to pi 2pyയും സിഗ്മ 2pz അതിനൊന്ന് ഇന്റർചേഞ്ച് ചെയ്യും. അതാണ് നമ്മുടെ ഇവിടെ ഓർഡറിൽ സംഭവിക്കുന്നത്. അവിടെ എങ്ങനെ ഇരിക്കും ഓർഡർ വരുന്നത്, നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s
sigma 2s, sigma star 2s, പിന്നെ sigma 2p z വരും. എന്നിട്ട് pi 2p x equal to pi 2py, പിന്നെ pi star 2p x equal to pi star 2py, പിന്നെ sigma 2p sigma star 2p. ഓക്കെ, ഈ രണ്ട് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുക 40 ഇലക്ട്രോൺസ് മേലെ ഉണ്ടെങ്കിൽ. അപ്പൊ അതാണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇരിക്കാം. അടുത്ത നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് മോളിക്കുലർ ബിഹേവിയർ. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് among various molecular orbitals is called the electronic configuration of the molecule. From the electronic configuration of the molecule, it is possible to get important information about the molecular system. അപ്പം ഒരു മോളിക്കുലർ കോൺഫിഗറേഷൻ, ഇതിനകത്ത് ഇലക്ട്രോൺസ് ഫിൽ ചെയ്ത് എഴുതുന്നതിനാണ് മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്നത്. അപ്പൊ ആ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യമാണ് സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾസ്, രണ്ടാമത്തത് ബോണ്ട് ഓർഡർ, മൂന്ന് നേച്ചർ ഓഫ് ബോണ്ട്, ബോണ്ട് ലെങ്ത്, മാഗ്നറ്റിക് നേച്ചർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലാവും. ഓക്കെ, ആദ്യം സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾസ്. ഇഫ് Nb is the number of electrons occupying bonding orbitals and Na is the number occupying the anti-bonding molecules. ഇപ്പൊ എന്താണ്, നമുക്ക് ബോണ്ടിങ് മോളിക്യൂൾ ഓർബിറ്റൽസ് ഉള്ള ഇലക്ട്രോണിനെ Nb എന്നെടുത്തു. ഓക്കെ, ആന്റി ബോണ്ടിങ്ങിനുള്ളത് Na എന്നെടുത്തു. ആന്റി ബോണ്ടിങ് മോളിക്യൂൾ ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം നമ്മൾ Na എന്നെടുത്തു. അപ്പം Nb ഗ്രേറ്റർ ദാൻ Na ആണെങ്കിൽ, എന്ന് വെച്ചാൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിനേക്കാളും കൂടുതലാണെങ്കിൽ മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും. ഇനി കുറവാണെങ്കിലോ എന്ന് വെച്ചാൽ ആന്റി ബോണ്ടിങ്ങിലുള്ളത് ബോണ്ടിങ്ങിനുള്ള കൂടുതലാണെങ്കിൽ അത് മോളിക്യൂൾ അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ അത് വെച്ച് നമുക്ക് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത് പറയുന്നത് ബോണ്ട് ഓർഡർ ആണ്. ബോണ്ട് ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി വൺ ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ്. ബോണ്ടിങ്ങിലുള്ളത് ഇലക്ട്രോൺ മൈനസ് ആന്റി ബോണ്ടിങ്ങിലെ ഇലക്ട്രോൺ, ചില ബോണ്ടിങ്ങിലെ ആന്റി ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തിന്റെ ഡിഫറൻസ്, അതിന്റെ ഹാഫ്, അതാണ് നമ്മൾ ബോണ്ട് ഓർഡർ ആയിട്ട് എടുക്കുന്നത്. ബോണ്ട് ഓർഡർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു Nb മൈനസ് Na, അതാണ് ബോണ്ട് ഓർഡർ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഒരു ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ എന്താ? ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ അവിടെ ബോണ്ട് ഉണ്ടാകുന്നുണ്ടെന്നാണ് അർത്ഥം. നെഗറ്റീവ് ബോണ്ട് ഓർഡർ ആണെങ്കിൽ, ഇപ്പം നെഗറ്റീവ് ബോണ്ട് ഓർഡർ ഇവിടെ Nb ലെസ് ദാൻ Na ആകുമ്പോൾ, അല്ലെങ്കിൽ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണെമ്പോൾ എന്താ, ബോണ്ട് ഓർഡർ അവിടെ നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പം പിന്നെ സീറോ വരുന്നത്, സീറോ എന്ന് വെച്ചാൽ Nb ഈക്വൽ ടു Na ആണെങ്കിൽ എന്താ, അവിടെ ബോണ്ട് ഉണ്ടാവുന്നില്ല, അതും ഒരു അൺസ്റ്റേബിൾ മോളിക്യൂളാണ് കാണിക്കുന്നത്. അപ്പം Nb ഗ്രേറ്റർ ദാൻ Na വരുന്ന ഒരു കേസിൽ മാത്രമാണ് അവിടെ മോളിക്യൂൾ സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത നേച്ചർ ഓഫ് ദ ബോണ്ട്. ബോണ്ട് ഓർഡറിന്റെ വാല്യൂ നമുക്ക് എന്താണ്, ഇൻഡീജർ ആയിട്ടുള്ള വാല്യൂ ഇടും. ഇപ്പോൾ 1, 2, 3 അങ്ങനെ കിട്ടുകയാണെങ്കിൽ 1 കിട്ടിയാൽ സിംഗിൾ ബോണ്ട്, 2 കിട്ടിയാൽ ഡബിൾ ബോണ്ട്, 3 കിട്ടിയാൽ ട്രിപ്പിൾ ബോണ്ട്, അങ്ങനെ കാണിക്കുകയാണ്. ഓക്കെ, പിന്നെ ബോണ്ട് ലെങ്ത്. ബോണ്ട് ഓർഡർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ബോണ്ട് ഓർഡർ ബോണ്ട് ലെങ്ത് ആയിട്ട് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ബോണ്ട് ഓർഡർ കൂടിയാൽ അതിനർത്ഥം ബോണ്ട് ലെങ്ത് കുറയുന്നു. കാരണം ബോണ്ട് ഓർഡർ കൂടുമ്പോൾ എന്താ, ബോണ്ട് ഓർഡർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ബോണ്ട് സ്ട്രെങ്ത്, സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട്. അല്ലേ, ബോണ്ട് സ്ട്രെങ്ത് കൂടുക വെച്ചാൽ എന്താ, ബോണ്ട് ലെങ്ത് കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് ആണ്. ബോണ്ട് ഓർഡറും ബോണ്ടും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത മാഗ്നറ്റിക് നേച്ചർ. അപ്പൊ നമ്മൾ ഈ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് മാഗ്നറ്റിക് നേച്ചർ പറയുന്നത് നോക്കാം. ഇഫ് ഓൾ ദി മോളിക്കുലർ ഓർബിറ്റൽസ് ഇൻ എ മോളിക്കുലർ ഡബ്ല്യു ഓക്യുപ്പൈഡ്, അപ്പൊ എല്ലാ മോളിക്കുലർ ഓർബിറ്റലിലും എന്താണ്, എല്ലാ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ വെച്ചുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, അത് ആ സബ്സ്റ്റൻസിന് നമ്മൾ ഡയമagnetic എന്ന് വിളിക്കുന്നു. വെച്ചാൽ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നു. ഇപ്പൊ സിഗ്മ സ്റ്റാർ 2 ഉണ്ട്, സിഗ്മ സ്റ്റാർ 1s2 ഉണ്ടെങ്കിൽ അതെന്നത് ഡയമagnetic ആണ്. കാരണം എല്ലാ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ വെച്ചുണ്ട്, അല്ലേ? ഇനി ഇങ്ങനെയല്ല, സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s1 ആണ് വിചാരിക്കും. ചില സിഗ്മ സ്റ്റാർ 1s ഒറ്റ ഇലക്ട്രോൺ ഉള്ളൂ. ഒറ്റയായിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ മോളിക്യൂൾ എന്തായിരിക്കും, പാരാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നമുക്ക് മാഗ്നറ്റിക് ബിഹേവിയറും പറയാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഈ തിയറി ഉണ്ടെന്ന് നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ കോൺഫിഗറേഷൻ മോളിക്കുലർ ഓർബിറ്റിൽ കൺസെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും. അപ്പൊ അതായിരുന്നു ഈ തിയറിയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ബോണ്ടിങ് ഇൻ സം ഹോമോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ്. ചില മോളിക്യൂൾസ് ഉള്ള ബോണ്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂൾ കൺസിഡർ ചെയ്യും.
H2 മോളിക്യൂൾ. H2 മോളിക്യൂൾ എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ ഇതാണ് 1s1 ആണ് അല്ലേ. അപ്പൊ H2 മോളിക്യൂൾ എടുത്താൽ രണ്ട് 1s ഓർബിറ്റലുണ്ട്. ആ 1s ഓർബിറ്റലിൽ രണ്ടിലും ഓരോ ഇലക്ട്രോൺ വീതം ഉണ്ട്. അപ്പൊ നമ്മള് മോളിക്കുലർ ഓർബിറ്റൽ എന്താണ് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? H2 മോളിക്യൂളിന്റെ കോൺഫിഗറേഷൻ എന്ത് വരും? സിഗ്മ 1s2 വരത്തുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. ബോണ്ട് ഓർഡർ എന്ന് വെച്ചാൽ എന്താ? ഹാഫ് ഇൻറ്റു NB മൈനസ് NA ആണ് അല്ലേ. ഇവിടെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? നമുക്ക് സിഗ്മ 1 എന്ന് പറയുന്നത്, സിഗ്മ 1s എന്ന് പറയുന്നത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്. അപ്പൊ അവിടെ 2 ഇലക്ട്രോണേ ഉള്ളൂ. NB എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ഇനി NA നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇവിടെ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഇവിടെ 0 വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 2 മൈനസ് 0 എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു 2 എന്ന് വെച്ചാൽ എന്ത് വരും? 1 വരും. എന്ന് വെച്ചാൽ ഹൈഡ്രജൻ മോളിക്യൂളിൽ ഹൈഡ്രജൻ തമ്മിൽ എന്താണുള്ളത്? ഹൈഡ്രജൻ ആറ്റംസ് തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ് ഉള്ളത്. ഓക്കെ. ഇനി നമ്മുടെ ഈ കോൺഫിഗറേഷൻ നമ്മൾ നോക്കേണ്ടത് എന്താ? ഇനി ഇതിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ബിഹേവിയർ കിട്ടുമെന്ന് നോക്കണം അല്ലേ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒറ്റ ഓർബിറ്റുള്ള സിഗ്മ 1s അത് ഫുള്ളി ഫിൽഡ് ആണ്. അപ്പൊ അതിനർത്ഥം എന്താ? H2 മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. ഓക്കെ. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് എന്താണ്? ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ബോണ്ട് ഡിസിഷൻ എന്താൽപി 438 ആണ്. ബോണ്ട് ലെങ്ത് 74 മൈക്രോമീറ്റർ ആണ്. ഓക്കെ. പിന്നെ ഡയാമാഗ്നറ്റിക് ആണുള്ളത്. അപ്പൊ അതിൽ നിന്ന് ആ കോൺഫിഗറേഷനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ഹീലിയം മോളിക്യൂൾ നോക്കാം. He2 നമ്മൾ ഹീലിയം മോളിക്യൂൾ കൺസിഡർ. ഓക്കെ. നമുക്കറിയാം ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ 1s2 ആണ്. അറ്റോമിക് നമ്പർ 2 അല്ലേ. അപ്പൊ ഹീലിയം മോളിക്യൂളിൽ അപ്പോൾ 4 ഇലക്ട്രോൺസ് ഉണ്ട്. He2ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 അല്ലേ. 4 ഇലക്ട്രോൺസ് ആയി. പിന്നെ അതിന്റെ ബോണ്ട് ഓർഡർ എഴുതുവാണെങ്കിൽ ബോണ്ട് ഓർഡർ എന്ത് വരും? ഹാഫ് ഇൻറ്റു NB മൈനസ് NA. ഓക്കെ. ഇവിടെ NB എന്തുവാ? ബോണ്ടിങ് മോളിക്കുലർ ഇലക്ട്രോൺസ് എത്ര ഉണ്ട്? 2 ഉണ്ട്. NA എന്ന് പറയുന്നതും ഇവിടെ 2 ആണുള്ളത്. അപ്പൊ NB മൈനസ് NA എന്ത് വരും? ഹാഫ് ഇൻറ്റു 2 മൈനസ് 2 വരും. എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു 0 എന്ന് വെച്ചാൽ എത്രയാ? 0 തന്നെ വരും. എന്ന് വെച്ചാൽ He മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ, He2 മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ 0 ആണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ബെറിലിയം മോളിക്യൂൾ B2 മോളിക്യൂൾ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതിന്റെ അതിലേക്ക് വരും. അതിന് നമുക്ക് ലിഥിയം നോക്കാം. ലിഥിയം മോളിക്യൂളിന്റെ കോൺഫിഗറേഷൻ നോക്കാം. Li2 മോളിക്യൂൾ. പറയാം ലിഥിയത്തിന്റെ കോൺഫിഗറേഷൻ എന്താ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പം 1s2 2s1 ഇതാണ് എന്റെ കോൺഫിഗറേഷൻ. ഇവിടെ 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് ഒരു ലിഥിയം ആറ്റം. അപ്പൊ Li2 മോളിക്യൂളിൽ 6 ഇലക്ട്രോൺസ്. Li2 മോളിക്യൂളിന്റെ കോൺഫിഗറേഷൻ നമ്മൾ അങ്ങനെ എഴുതും? സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. പിന്നെ അടുത്ത് വരുന്നത് π2px. സോറി, നമുക്ക് 6 ഇലക്ട്രോൺസിന്റെ ആവശ്യമില്ല. ഇവിടെയൊക്കെ എത്തേണ്ട ആവശ്യമില്ല. രണ്ട് സിഗ്മ 2s2 എത്തിയപ്പോ തന്നെ 6 ഇലക്ട്രോൺസ് ആയി അല്ലേ. ഇതില് നമുക്ക് ബോണ്ട് ഓർഡർ നോക്കുകയാണെങ്കിൽ ഇവിടെ NB എന്ന് പറയുന്നത് എത്രയുണ്ട്? സിഗ്മ 1s2 സിഗ്മ 2s2 ആണ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉള്ളത്. ബോണ്ടിങ് മോളിക്യൂലർ ഇലക്ട്രോൺസ്. അപ്പൊ അവിടെ 4 എണ്ണം ഉണ്ട്. NA എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു NB മൈനസ് NA അതാണ് ബോണ്ട് ഓർഡർ. അപ്പൊ എന്ത് വരും? ഹാഫ് ഇൻറ്റു NB എന്ന് പറയുന്നത് 4, അത് മൈനസ് NA എന്ന് പറയുന്നത് 2. 4 മൈനസ് 2 2 അത് ബൈ 2 എന്ന് വെച്ചാൽ 1 വരും. എന്ന് വെച്ചാൽ Li2 മോളിക്യൂളിൽ നമുക്ക് സിംഗിൾ ബോണ്ട് ആണ് ഉള്ളത്. പിന്നെ എല്ലാ ഓർബിറ്റൽസും ഫിൽ ആയതുകൊണ്ട് അത് ഡയാമാഗ്നറ്റിക് ആണ്. ഇതേ കാര്യം നമ്മൾ ബെറിലിയം നോക്കുമെന്ന് നമ്മൾ പറഞ്ഞത്. ബെറിലിയം കൂടെ നോക്കാം. അത് നമ്മൾ ഹീലിയം പറഞ്ഞ ബെറിലിയം മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് ശരിയാണോ നോക്കാം. B2 മോളിക്യൂൾ. ബെറിലിയത്തിന്റെ കോൺഫിഗറേഷൻ എന്താ? 1s2 2s2. അപ്പം അവിടെ
4 ഇലക്ട്രോൺസ് ഉണ്ട് ബി രാജ്യത്തിൽ. അപ്പം B2 മോളിക്യൂൾസ് നമുക്ക് 8 ഇലക്ട്രോൺസ് കാണും. അപ്പൊ എന്താണ് σ1s2, σ*1s2, σ2s2, σ*2s2. 8 ഇലക്ട്രോൺസ് ആയി. ബോണ്ട് ഓർഡർ പറയുമ്പോൾ NB എത്രയുണ്ട്? 4 ഉണ്ട്. NA എത്രയുണ്ട്? 4 ഉണ്ട്. ബോണ്ട് ഓർഡർ ഹാഫ് ഇൻറ്റു NB മൈനസ് NA എടുക്കുക. NB എന്ന് പറയുന്നത് 4 മൈനസ് NA 4, അപ്പം 0 വരും. അപ്പൊ ബോണ്ട് ഓർഡർ 0 ആയതുകൊണ്ട് B2 എന്ന മോളിക്യൂള് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഡസന്റ് എക്സിസ്റ്റ്. ഓക്കെ. പിന്നെ കാർബൺ മോളിക്യൂൾ ഉണ്ട്, C2 മോളിക്യൂൾ. കാർബണിലും ഓക്സിജനിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പം C2 മോളിക്യൂളിൽ 12 ഇലക്ട്രോൺസ്. σ1s2, σ*1s2, σ2s2, σ*2s2, π2px π2py. അപ്പം അതിൽ രണ്ടിലും ഇപ്പൊ σ1s1 2, σ*1s 2, σ2s 2, σ*2s 2. അത്ര 8 ഇലക്ട്രോൺസ്. ഇനി 4 ഇലക്ട്രോൺസ് കൂടെ എന്താ? 4ഉം π2pxും π2pyയും ഒരേ എലമെന്റ്സ് ഉള്ള ഓർബിറ്റൽസ് ആണ്. അപ്പൊ രണ്ടും ഓരോന്നോരോ സിംഗിളി ഫിൽഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ പെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 4 ഇലക്ട്രോൺസ് രണ്ടിലും ഓരോന്നിലും 2 എണ്ണം വെച്ച് കൊടുക്കാം. ഓക്കെ. അപ്പൊ π2px π2p. ഇതാണ് ഇവിടെ വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി NB NA നമ്മൾ കണ്ടുപിടിക്കണം. NB ഇവിടെ എത്രയാ? ഇവിടെ 2 ഉണ്ട്, 4, 6, 8. NB 8 എണ്ണം ഉണ്ട്. NA ആന്റി ബോണ്ടിങ്ങിൽ എത്ര എണ്ണം ഉണ്ട്? 2, 4 ഉണ്ട്. ഇപ്പം ബോണ്ട് ഓർഡർ എന്ത് വരും? ഹാഫ് ഇൻറ്റു NB മൈനസ് NA വരും, ഹാഫ് ഇൻറ്റു 8 മൈനസ് 4 പറഞ്ഞാല് ഹാഫ് ഇൻറ്റു 4 എന്ന് വരും. എന്നുവെച്ചാൽ ബോണ്ട് ഓർഡർ 2 ആണ്. ഓക്കെ. അപ്പൊ C2 മോളിക്യൂള് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ് ഉള്ളത്. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ലാസ്റ്റ് ഇലക്ട്രോൺസ് കയറിയത് ഇവിടെ π2px π2pyയിലാണ് അല്ലേ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കാർബണിലുള്ള ഡബിൾ ബോണ്ട്, സാധാരണ ഡബിൾ ബോണ്ട് പറയുമ്പോൾ എന്താണ് പറയുക? ഒരു ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്മ പ്ലസ് ഒരു പൈ ബോണ്ട് എന്നല്ലേ പറയുന്നത്. പക്ഷെ കാർബണിലുള്ള പൈ ബോണ്ട് എന്ന് വെച്ചാൽ എന്താ? ആ 2 ബോണ്ടും പൈ ബോണ്ട്സ് ആണ്. C2 മോളിക്യൂളിലെ 2 ബോണ്ട്സും പൈ ബോണ്ട്സ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ചു. പിന്നെ എല്ലാം ഫീൽഡ് ആയിരുന്നു, ഡയമagnetic ആണ് മനസ്സിലായി. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് നോട്ട് ദാറ്റ് double bond in C2 consists of both pi bonds because of the presence of 4 electrons in 2 pi molecular orbital. 2 pi molecular 2px-ലും 2py-ലും 2 ഇലക്ട്രോൺ വെച്ച് മൊത്തത്തിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സാധാരണ മോളിക്യൂൾ ഉള്ള പോലെ സിഗ്മയും പൈയും അല്ല, കാർബണിലെ 2 പൈ ബോണ്ട് എന്താണ് ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ 2ഉം പൈ ബോണ്ടാണ്. ഓക്കെ. നമുക്ക് പറയാനുള്ളത് ഓക്സിജൻ ആണ്, ഓക്സിജൻ മോളിക്യൂൾ. ഇത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതിനകത്ത് പറയാനുള്ളത് ഇത്രയായിരുന്നു. നമുക്ക് 2ഉം പൈ ബോണ്ടാണ് കിട്ടുന്നത്, നടക്കരുത്. ഓക്സിജൻ മോളിക്യൂൾ O2 മോളിക്യൂൾ. O2 മോളിക്യൂളിന്റെ എഴുതുമ്പോൾ എന്താണ് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഇതുവരെ എടുത്ത അറ്റോമിക് ഓർബിറ്റൽ ഇൻക്രീസിംഗ് ഓർഡർ അല്ല. O2 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 16 ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ എന്താ? ഗ്രേറ്റർ ദാൻ 14 ഇലക്ട്രോൺസ്. ഇപ്പൊ നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്ത ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി വേണം പറയാൻ. വെച്ചാല് ആദ്യം സിഗ്മ 2p വെച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ π2p പറയാം. അപ്പൊ അതാണ് ഇവിടെ ഒരു വ്യത്യാസം വരുന്നത്. O2 മോളിക്യൂൾ നമുക്കറിയാം ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പൊ O2 മോളിക്യൂളിൽ 16 ഇലക്ട്രോൺസ്. ആദ്യം സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പിന്നെ സിഗ്മ 2p ഉണ്ട്. പിന്നെ π2px π2. ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ 4 ആയി. 2 കൊടുത്തപ്പം 6, 8, 10, 12, 14. ഇനി 2 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ നമ്മൾ π*2px π*2py പറയണം. ഇനി 2 ഇലക്ട്രോൺ മതി. അപ്പൊ നമുക്ക് ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ വെച്ച് ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കും. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ അത് NB എത്രയാണെന്ന് നോക്കാം.
NB ബോണ്ടിങ് ഉണ്ടെങ്കിൽ നമ്മൾ റെഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 2, 4, 6, 8, 10 ഇലക്ട്രോൺസ് ഉണ്ട്. ആന്റി ബോണ്ടിങ്ങിന് പച്ച വെച്ചാണ് 2, 4, 7, 8 സോറി 2, 4, 5, 6 തന്നെ ഉള്ളൂ NA. ഓക്കെ, ഈ ബോണ്ട് ഓർഡർ പറയുമ്പോൾ നമുക്കറിയാം ഹാഫ് ഇൻറ്റു NB മൈനസ് NA ചെയ്യാം. ഹാഫ് ഇൻറ്റു 10 മൈനസ് 6 എന്നുവെച്ചാൽ 4/2 2 എന്നുവെച്ചാൽ ഓക്സിജൻ ആയിട്ട് തമ്മിൽ ഡബിൾ ബോണ്ടാണ് ഉള്ളത്. ഓക്കെ, പിന്നെ മാഗ്നറ്റിക് ബിഹേവിയർ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ പെയർഡ് അല്ലാണ്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ് ഉള്ള ഓർബിറ്റൽസ് ഉണ്ട്. ഒറ്റ ഇലക്ട്രോൺ ആയിട്ട് നിൽക്കുന്ന ഓർബിറ്റൽസ് ഉണ്ട്. 5 സ്റ്റാർ 2p/ലും ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുന്നതാണ് ഇവിടെ പാരാമാഗ്നറ്റിക്. അതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് പാരാമാഗ്നറ്റിസം പറയാൻ പറ്റും. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നമുക്ക് ഈ ബോണ്ട് ഓർഡർ ഇങ്ങനെ എല്ലാത്തിനും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യം. അപ്പൊ അതിന് വേണ്ടി ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ബോണ്ട് ഓർഡർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് രണ്ട് സൈഡിൽ എഴുതാം. നമുക്കറിയാം ബോണ്ട് ഓർഡർ നൈട്രജൻ മോളിക്യൂൾ N2 മോളിക്യൂളിന് ബോണ്ട് ഓർഡർ 3 ആണ്. ഓക്കെ, അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 ആണ്. ഒരു സൈഡിൽ 14 തൊട്ട് താഴോട്ടുള്ള എഴുതുക. 14, 15, 16, 17, 18, 19, 20. മറ്റേ സൈഡിൽ കുറച്ച് വരിക. 13, 12, 11, 10, 9, 8 ഇങ്ങനെ എഴുതി വയ്ക്കാം. അതിന്റെ ബോണ്ട് ഓർഡർ നമുക്ക് 0.5 വെച്ച് ഇങ്ങനെ കുറച്ച് പോയാൽ മതി. ഇപ്പൊ 15 ഇലക്ട്രോൺ ഉള്ളതിന് 13 ഇലക്ട്രോൺ ഉള്ളതിന് ബോണ്ട് ഓർഡർ 2.5 ആയിരിക്കും. 16നും 12നും 2 ആയിരിക്കും. 17നും 11നും 1.5 ആയിരിക്കും. ഇവിടെ 1 ആയിരിക്കും. ഇവിടെ 0.5 ആയിരിക്കും. 0 ആയിരിക്കും. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പത്തിൽ സഹായിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മോളിക്യൂൾ NO+. നമുക്കറിയാം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? N-ല് 7, O+ല് 7, 14 ഇലക്ട്രോൺസ് ഉണ്ട്. 14 ഇലക്ട്രോൺസ് ഉള്ളതിന് ബോണ്ട് ഓർഡർ 3 ആയിരിക്കും. ഈ സമയം അത് NO ആയിരുന്നെങ്കിലോ ഇവിടെ 7ഉം ഇവിടെ 8 ഇലക്ട്രോൺസ് 15 ഇലക്ട്രോൺസ് ഉണ്ട്. 15 ഇലക്ട്രോൺസിന്റെ ബോണ്ട് ഓർഡർ എന്താ ഇവിടെ 2.5 ആണ്. അപ്പൊ അങ്ങനെ അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കും. അതാണ് ഒരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് ഹൈഡ്രജൻ ബോണ്ടിങ്. എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ്? നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലോറിൻ ആർ ദി ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ്. നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ നമുക്ക് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. When they are attached to a hydrogen atom to form covalent bond, the electrons of the covalent bond are shifted towards the more electronegative atom. This partially positively charged hydrogen atom forms a bond with the other more electronegative atom. ഇപ്പൊ എന്താണ് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് പറയാം. ഇപ്പൊ ഇവിടെ HF മോളിക്യൂൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ ഫ്ലോറിൻ, നൈട്രജൻ, ഓക്സിജൻ എന്നൊക്കെ പറയുന്ന ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. അപ്പൊ അത് ഒരു ഹൈഡ്രജൻ ആറ്റമായിട്ട് കോവാലന്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് വരുന്ന കേസുകളാണ് ഈ ഹൈഡ്രജൻ ബോണ്ടിങ് എടുക്കുന്നത്. അപ്പം എക്സാമ്പിൾ ആയിട്ട് HF എടുക്കാം. അപ്പൊ HF ആയതുകൊണ്ട് നമുക്കറിയാം ഫ്ലോറിൻ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആറ്റം. അപ്പൊ എന്താ ഈ ബോണ്ട് ഷിഫ്റ്റഡ് ആയിരിക്കും. ആരുടെ സൈഡിലോട്ട്? ഫ്ലോറിന്റെ സൈഡിലോട്ട് ഷിഫ്റ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫ്ലോറിനൊരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോൺസ് അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. ഹൈഡ്രജൻ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുന്നത് HF മോളിക്യൂൾ. പക്ഷെ നമുക്കറിയാം എന്താണ് ഒരു സാധനം നമ്മൾ എടുത്താൽ എന്താണ് ഒരു മോളിക്യൂൾ, അതിന് ചുറ്റും ഒരുപാട് മോളിക്യൂൾസ് കാണും. അപ്പൊ ഇതിനടുത്ത് വേറൊരു മോളിക്യൂൾ കാണുന്നത് ഇതേപോലെ വേറെ HF മോളിക്യൂൾ കാണും. അവിടെ എന്താണ് ഫ്ലോറിന് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്, ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ ആദ്യത്തെ മോളിക്യൂളിലെ ഫ്ലോറിനും രണ്ടാമത്തെ മോളിക്യൂളും ഹൈഡ്രജനും തമ്മിൽ എന്താണ് ഒരു ചെറിയ ബോണ്ട് ഉണ്ടാക്കുക. കാരണം എന്താ? ഹൈഡ്രജൻ സൈഡിൽ പോസിറ്റീവ് ആണ്, ഫ്ലോറിൻ സൈഡിൽ നെഗറ്റീവ് ആണ്. അപ്പൊ അത് തമ്മിലൊരു ചെറിയ അട്രാക്റ്റീവ് ഫോഴ്സ് കാണും. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ബോണ്ടിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? അതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ,
ഇവിടെ കാണിച്ചേക്കുന്നത്. And in HF molecule, the hydrogen bond exists between hydrogen atom of one molecule and foreign atom of another molecule. നോക്കാണ് HF നോക്കുകയാണെങ്കിൽ ഹൈഡ്രജന് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഫ്ലൂറിന് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ഉള്ള ഫ്ലൂറിൻ ആറ്റം സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജൻ ആറ്റമായിട്ട് ബോണ്ട് ഉണ്ട്. ഹിയർ hydrogen bond acts as a bridge between the two atoms, which holds one atom by covalent bond, the other by. ഇപ്പൊ എന്താണ് ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. എങ്ങനെ ഒരു ഫ്ലൂറിൻ ആറ്റത്തിന് അത് എങ്ങനെയാണ് പിടിച്ചേക്കുന്നത്? ഒരു കോവാലന്റ് ബോണ്ട് വെച്ചും മറ്റേ ഫ്ലൂറിൻ ആറ്റത്തിന് അത് ഹൈഡ്രജൻ ബോണ്ട് വെച്ചും പിടിച്ച ഒരു ഹൈഡ്രജൻ ആറ്റം ഇവിടെ രണ്ട് മോളിക്യൂൾ തമ്മിൽ ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട് ഇസ് റെപ്രസെന്റഡ് ബൈ എ ഡോട്ടഡ് ലൈൻ. ഇപ്പൊ ഡോട്ടഡ് ലൈൻ വെച്ചാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. വൈൽ സോളിഡ് ലൈൻ റെപ്രസെന്റ് ദി കോവാലന്റ് ബോണ്ട്. വെച്ചാൽ സോളിഡ് അടിച്ചാൽ നമ്മൾ നേരെ ഒറ്റ വര വരയ്ക്കുന്നത് അതാണ് സോളിഡ് ലൈൻ എന്ന് പറയുന്നത്. അതാണ് കോവാലന്റ് ബോണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Thus, hydrogen bond can be defined as the attractive force which bind hydrogen atom of one molecule with the electronegative atom of another molecule. എന്താണ് ഹൈഡ്രജൻ ബോണ്ട്? അതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. എന്ത് അട്രാക്റ്റീവ് ഫോഴ്സ്? ഹൈഡ്രജൻ ആറ്റത്തിന് ബാക്കിയുള്ള വേറൊരു മോളിക്യൂളിന്റെ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റവുമായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, അതാണ് എന്ത് ഹൈഡ്രജൻ ബോണ്ട് ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നതാണ് ഈ പറയാൻ പോകുന്നത്. അതാണ് കോസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ട്. When hydrogen is bonded to strongly electronegative element X, the electron pair shared between the two atoms move far away from the hydrogen atom. As a result, the hydrogen atom becomes highly electropositive with respect to the other atom X. Since there is displacement of electron towards the X, the hydrogen acquires fractional positive charge while X attain fractional negative charge. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്ത്, ഇങ്ങനെ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് നിൽക്കുമ്പോൾ എന്താ ഇലക്ട്രോൺസ് ആ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന് അടുത്തോട്ടാണ് നിൽക്കുന്നത്. അത് കാരണം എന്താ ഹൈഡ്രജന്റെ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൂടും, അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് അതിന് കിട്ടും. ആ എക്സ് എന്ന് പറയുന്ന എലമെന്റിൽ ഈ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് കിട്ടും. അതാണ് ഇപ്പോൾ പറഞ്ഞത്. This results in the formation of a polar molecule. ഇപ്പൊ ഇത് കാരണം എന്താ പോളറൈസേഷൻ ഉണ്ടാവുന്നുണ്ട്, അതെ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഉണ്ടാവുന്നുണ്ട് ആ മോളിക്യൂളിൽ. ആ പോളറൈസേഷൻ കാരണം അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡോട്ടഡ് ലൈൻ. The magnitude of hydrogen bonding depends on the physical state of the compound. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ സ്ട്രെങ്ത് എന്താണ്? നമ്മുടെ കോമ്പൗണ്ടിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് മാക്സിമം ഇൻ ദി സോളിഡ് സ്റ്റേറ്റ്, മിനിമം ഇൻ ദി ഗേഷ്യസ്. അപ്പം സോളിഡ് സ്റ്റേറ്റിലാണ് ഏറ്റവും മാക്സിമം, അതിനുശേഷം ലിക്വിഡ്, പിന്നെ ഏറ്റവും കുറവ് വരുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. Thus, the hydrogen bonds have strong influence on the structure and properties of compounds. ഹൈഡ്രജൻ ബോണ്ട്സ് എന്താണ് കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചറിലും പ്രോപ്പർട്ടീസിനും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, എന്നൊക്കെ പറയാനുള്ളത് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്സ്. ഓക്കെ, ഇപ്പൊ രണ്ട് തരം ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് നമുക്ക് ഉള്ളത്. എന്താണ്? ഒന്ന് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്സും രണ്ട് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്സ്. അപ്പൊ ആദ്യം എന്താണ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്സ്? ഇറ്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് മോളിക്യൂൾസ് ഓഫ് ദി സെയിം ഓർ ഡിഫറെന്റ് കോമ്പൗണ്ട്സ്. അപ്പൊ എന്താണ് സെയിം അല്ലെങ്കിൽ ഡിഫറെന്റ് കോമ്പൗണ്ട്സ്? ഇപ്പം സെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത് HF തമ്മിൽ, അല്ലെങ്കിൽ ഈ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് പറഞ്ഞാൽ HFും HCl തമ്മിലുണ്ടോ ഉണ്ടാക്കുന്ന വിചാരിക്കാം, അല്ലെങ്കിൽ H2O അങ്ങനെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് അത് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുകയാണ്. ഇത് നോക്കാം എന്താ, ഇത് അതേ മോളിക്യൂളല്ല ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നത്, വേറൊരു മോളിക്യൂളുമായിട്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിച്ചത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ HF മോളിക്യൂൾ ആൽക്കഹോൾ വാട്ടർ മോളിക്യൂൾസ് എടുക്കാം. ജസ്റ്റ് നച്ചാണിക്കുകയാണെങ്കിൽ HF ഉണ്ട്, വാട്ടർ മോളിക്യൂൾ നമുക്കുണ്ട്. പിന്നെ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്, സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ്, ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്, സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ്, ഇത് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട്. ഇതെന്തായത് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഓക്കെ, ഇറ്റ്സ് ഫോംഡ് വെൻ ഹൈഡ്രജൻ ആറ്റം ഇസ് ഇൻ ബിറ്റ്വീൻ ദി ടു ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് present within the same molecule. അപ്പൊ എന്താണ് ഹൈഡ്രജൻ ആറ്റം നെഗറ്റീവ് ആയിട്ട് ഒരേ മോളിക്യൂളുള്ള രണ്ട് ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിന്റെ ഇടയിൽ ഹൈഡ്രജൻ വരുന്നു. അപ്പൊ അതിവിടെ എക്സാമ്പിൾ ആണ് ഇവിടെ ഓർത്തോ നൈട്രോഫിനോൾ എന്നിരിക്കും. അതാണ് ഓർത്തോ നൈട്രോഫിനോൾ, ഇവിടെ NO2, ഇവിടെ OH. ഓർത്തോ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വന്നു. ഓർത്തോ നൈട്രോഫിനോളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ NO2 നമ്മൾ ഇങ്ങനെ എഴുതി, പിന്നെ OH ഇങ്ങനെ എഴുതി. OH എഴുതിയപ്പോ എന്താ
ഇവിടുത്തെ ഈ ഓക്സിജന് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്, ഇതിന് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ്, ഇതിന് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്. സോറി, ഓക്സിജനാണ് നൈട്രജനേക്കാൾ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലുള്ളത്. അപ്പൊ അതിന് നൈട്രജന് പോസിറ്റീവ് ചാർജ് കിട്ടും, ഓക്സിജൻ സൈഡ് നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ ഇങ്ങനെ പോളറൈസേഷൻ സംഭവിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഹൈഡ്രജൻ ഈ ഓക്സിജനായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകും. ഇത് ഒരേ മോളിക്യൂളിൽ നടക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ആ മോളിക്യൂളിനകത്ത് തന്നെ നടക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ആയതുകൊണ്ട് തന്നെ അതിനെ ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിച്ചു. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. ഓക്കെ, താങ്ക് യു.